കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും എന്നുള്ളതാണ്. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഈ വര വരച്ചിരിക്കുന്നത് നമുക്കൊരു ബീമാണ്. അത് ഈ പറയുന്നതിൽ ഏത് ബീം വേണമെങ്കിലും വരാം. നമുക്ക് പരീക്ഷയ്ക്ക് ക്യാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഓവർ ഹാങ് എന്ന് പറയുന്ന ഈ 3 സാധനം മാത്രമേ എന്ത് ചെയ്യൂ വരൂ എന്നുള്ളതാണ്. അപ്പം ഇതിലേതെങ്കിലും ഒരു ബീം, വാട്ട് എവർ ദ തിങ്, ഈ ബീമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ എടുത്തു. റൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു പോവുക. റൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു സെക്ഷൻ ഇവിടെ നിന്ന് വാട്ട് എവർ ദ തിങ് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ എടുത്തു. ഒന്നുകിൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും എന്തെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ ഈ സെക്ഷൻ്റെ ഈ ഭാഗം ഞാൻ മറച്ചു വയ്ക്കുമ്പോൾ ഇത് സെക്ഷൻ്റെ റൈറ്റ് സൈഡ് അല്ലേ, ഇനി ഇത് ഇപ്പുറത്ത് മറച്ചു വയ്ക്കുമ്പോൾ ഇത് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ. അപ്പം ഒന്നുകിൽ സെക്ഷൻ്റെ റൈറ്റ് സൈഡ്, ഓക്കെ, ഒന്നുകിൽ ഈ പറയുന്ന സെക്ഷൻ്റെ റൈറ്റ് സൈഡ്, അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഷിയർ ഫോഴ്സിൻ്റെ ആൽജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ എന്തോന്ന് പറയുക, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പം നമ്മൾ ഈ സെക്ഷൻ എടുത്തു, സെക്ഷൻ്റെ റൈറ്റ് സൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസിൻ്റെ ആൽജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ആൽജിബ്രൈക് സം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിത്ത് സൈനോട് കൂടി എന്ത് ചെയ്യും, കൂട്ടും. എനിക്ക് സെക്ഷൻ്റെ റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരുന്ന ഫോഴ്സ് പ്ലസ്, അപ്പം മുകളിലോട്ട് പോകുന്ന ഫോഴ്സ് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഓക്കെ, എനിക്ക് സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ താഴോട്ട് വരുന്നത് പ്ലസും മുകളിലോട്ട് പോകുന്നത് മൈനസുമാണ്. നിങ്ങൾ നേരെ തിരിച്ചെടുത്താലും പ്രശ്നമല്ല. ബട്ട് കൊടുക്കുന്നത് ആ പറയുന്ന പ്രോബ്ലം തീരുന്നത് വരെ അതേ പാറ്റേൺ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് താഴോട്ട് വരുന്നത് പ്ലസും മുകളിലോട്ട് പോകുന്നത് എന്തായിരിക്കും, മൈനസും ആയിരിക്കും. ഇത് വെച്ചിട്ട് എനിക്ക് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി. ഇനി ഇത് കഴിയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്നുള്ളതാണ്. സെയിം സാധനം, ഒന്നുകിൽ സെക്ഷൻ്റെ റൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മൊമെന്റിന്റെ ആൽജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മൊമെന്റിന്റെ ആൽജിബ്രൈക് സം വിത്ത് സൈനോട് കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. എനിക്ക് സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എനിക്ക് പ്ലസും ക്ലോക്ക് വൈസ് മൈനസും ആണ്. എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് പ്ലസും ക്ലോക്ക് വൈസ് എന്തുമാണ്, മൈനസും ആണെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോ പ്രശ്നമല്ല. ബട്ട് എല്ലാം ഒരേ ഇതിലായിരിക്കണം എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതിയോ. ഇനി മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. മൊമെന്റ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇത് തൊട്ടുമ്പോൾ നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. ഇതിൽ മൊമെന്റിൽ ഫോഴ്സായി. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫോഴ്സിലെ ഈ പറയുന്ന ഫോഴ്സിനൊക്കെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്തില്ലേ, പഠിച്ചില്ലേ. ആ ലൈൻ ഓഫ് ആക്ഷൻ മുതൽ നമ്മൾ ഈ എടുക്കുന്ന സെക്ഷനിലെ ആ സെക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുക, ലൈൻ ഓഫ് ആക്ഷൻ എന്ന് മീൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. നമ്മുടെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മുതൽ എടുക്കുന്ന സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഈ പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഡൗട്ട്?